കേരളത്തിലെ ജലമാമാങ്കത്തിന് ഇന്ന് ആലപ്പുഴയിൽ തുടക്കമാകുന്നു. ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവത്തിലൂടെ കേരളക്കരയുടെ ജലോത്സവ കാലം കൂടി ഉണരുകയായി. വള്ളംകളിയുടെ വിശേഷങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അജയ്നാഥ് ചേരുകയാണ്. അജയ് സൂചിപ്പിച്ചതുപോലെ ഇനി വരാനിരിക്കുന്നത് ഓളപ്പരപ്പിലെ വാശിയേറിയ ആവേശത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ മത്സരത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലോ അല്ലേ? സ്വപ്ന, തീർച്ചയായും ഇന്നു മുതൽ കേരളത്തിലെ ജലമാമാങ്കങ്ങൾ ആരംഭിക്കുകയാണ്. ഈ വള്ളംകളി മത്സരങ്ങൾ മൂലം ജലോത്സവത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇത്തവണ ചരിത്ര പ്രാധാന്യമുള്ള ഈ മൂലം ജലോത്സവം ഇത്തവണ നിയമസഭയിൽ വളരെ വിവാദമായിട്ടുള്ള ഒരു വള്ളംകളി കൂടിയായി മാറുകയാണ്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് 2 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുക. ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പൊതുസമ്മേളനം 2 മണിക്ക് ആരംഭിക്കും. അതിനുശേഷം 3 മണിയോടുകൂടി ഈ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. അതായത് 14 വള്ളങ്ങളാണ്, ചെറുതും വലുതുമായ 14 വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. മൂലം ജലോത്സവം എന്ന് പറയുന്നത് കേവലമായ ഒരു മത്സര വള്ളംകളിക്ക് അപ്പുറമായി ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തുന്ന അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വള്ളംകളി എന്നുള്ളതാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വള്ളംകളിയിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രവും ഒപ്പം തന്നെ സാഹോദര്യവും സ്നേഹവും എല്ലാം ഒത്തുചേരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ചമ്പക്കുളത്തെ കുട്ടനാട്ടിലെ ജനങ്ങൾക്കാകെ തന്നെ വളരെ വൈകാരികമായ ഒരു തലം കൂടിയാണ് ഈ വള്ളംകളി സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. എന്തായാലും വൈകുന്നേരത്തോടു കൂടിയായിരിക്കും പ്രധാനപ്പെട്ട ഈ ചുണ്ടൻ വള്ളങ്ങളുടെ എല്ലാം മത്സരം നടക്കുക. 7 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. ചെറുവള്ളങ്ങൾ 7 എണ്ണം ഉണ്ട്. അങ്ങനെ 14 വള്ളങ്ങളാണ് ഇത്തവണ ചമ്പക്കുളം ജലോത്സവത്തിൽ ഈ ഓളപ്പരപ്പിൽ വിസ്മയങ്ങൾ തീർക്കുവാൻ വാശിയേറിയ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും കേരളത്തിലെ വള്ളംകളി മത്സരങ്ങൾക്ക് ഇന്നത്തോട് തന്നെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. സ്വപ്ന, ജലമാമാങ്കത്തിന് ഇന്ന് സംസ്ഥാനത്ത് ആലപ്പുഴയിൽ തുടക്കമാകുന്നു. ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവത്തിലൂടെയാണ് കേരളക്കരയുടെ ഈ ജലോത്സവ കാലം ഉണരുന്നത്. എന്തായാലും ഓളപ്പരപ്പിലെ വാശിയേറിയ തുഴയേറിയലിൻ്റെ പോരാട്ടത്തിൻ്റെയൊക്കെ നാളുകളാണ് കാത്തിരിക്കുന്നത്.